മാസപ്പടി വിവാദത്തിൽ SFIO അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന KSIDCയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. SFIO യാതൊരു ഉത്തരവും നൽകാതെയാണ് പരിശോധന നടത്തുന്നതെന്നും പരിശോധന 2 ദിവസത്തേക്ക് തടയണമെന്നും KSIDC ആവശ്യപ്പെട്ടു. ഒളിക്കാനൊന്നുമില്ലെങ്കിൽ എന്തിന് ഭയക്കുന്നുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ KSIDC, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്നും പരിശോധന നടന്നു. അതേസമയം എക്സാലോജിക്കും CMRLും തമ്മിൽ ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നതിന്റെ തെളിവ് ലഭിച്ചെന്ന് SFIO. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ KSIDCയോട് ഇന്ന് ഹൈക്കോടതി ചോദിച്ച ഒരു കാര്യമുണ്ട്. ഭയക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ അന്വേഷണം നടക്കുന്നതിൽ എന്താണ് കുഴപ്പം? 2 ദിവസം രേഖകൾ സമർപ്പിക്കാൻ 2 ദിവസം ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ KSIDCയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പരിശോധന നടക്കുമ്പോഴാണ് 1:45 ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് മുൻപാകെ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വൈദ്യനാഥനെ രംഗത്തിറക്കി ഈ സ്റ്റേ ആവശ്യം മുന്നോട്ട് വെച്ചത് KSIDC. അവർ പറഞ്ഞത് SFIO അന്വേഷണം തുടങ്ങിയിരിക്കുന്നു, തങ്ങൾക്ക് മുൻകൂർ അറിയിപ്പ് ലഭിച്ചിരുന്നില്ല, ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിറങ്ങിയ കാര്യം അറിയില്ല, കോർപ്പറേറ്റ് മന്ത്രാലയം ആവശ്യപ്പെട്ട രേഖകൾ ഞങ്ങൾ നൽകാം, പക്ഷേ കുറച്ചുകൂടി സമയം വേണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. അതേസമയം ചോദിച്ച രേഖകൾ ദൈനംദിന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണ്, ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സ്ഥാപനം അത് നൽകണമെന്ന് കേന്ദ്ര സർക്കാരും പറയുകയുണ്ടായി. തുടർന്ന് കോടതിയുടെ ഊഴമായിരുന്നു. KSIDC എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്നും അതോടൊപ്പം തന്നെ എന്താണ് നിങ്ങൾക്ക് മറയ്ക്കാനുള്ളതെന്നും കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി. KSIDC മറുപടി നൽകിയത് 2 ദിവസത്തേക്ക് അന്വേഷണം ഒന്ന് തടയണമെന്നാണ് പറയുന്നത്. KSIDC സർക്കാർ സ്ഥാപനമല്ലേ എന്നും അനുകൂലമായി പ്രതികരിക്കാതിരിക്കാനാകില്ല എന്നും കോടതി ഇന്ന് പറയുകയും ചെയ്തു. നാളെയും മറ്റന്നാളും KSIDCയിൽ പരിശോധന നടക്കും എന്നറിയുന്നുണ്ടെന്ന് KSIDCയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഒളിച്ചു വയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് എന്ന് വീണ്ടും കോടതി ചോദിച്ചു. ഒന്നും ഒളിക്കാനില്ലെന്ന് KSIDC മറുപടി നൽകി. അങ്ങനെയെങ്കിൽ പിന്നെ ഭയക്കുകയേ വേണ്ട എന്ന് കോടതിയുടെ ഭാഗത്തുനിന്നും വരികയും ചെയ്തു. ഇതിനിടെ 2 ദിവസത്തേക്ക് ഈ പരിശോധനയൊന്ന് സ്റ്റേ ചെയ്യണമെന്ന് KSIDC ആവർത്തിച്ച് കോടതിയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി ചെവിക്കൊണ്ടില്ല. സ്റ്റേ ആവശ്യം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. 12-ാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കും. ഈ എക്സാലോജിക്കും CMRLും തമ്മിൽ ചട്ടവിരുദ്ധമായ ഇടപാടുകൾ നടന്നു, അതിന് തെളിവുകൾ ലഭിച്ചു എന്ന് SFIO പറയുന്നു. അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ശ്രീകാന്ത്? അത് അവരുടെ പരിശോധന, ഒരു 3 ദിവസത്തെ പരിശോധന ഇവിടെ നടക്കുകയുണ്ടായി. ഇന്നും അവരുടെ 2 പേരടങ്ങുന്ന സംഘം ഈ CMRLന്റെ ഓഫീസിൽ പരിശോധന നടത്തുന്നുണ്ട്. മൊത്തം 6 അംഗ സംഘത്തിൽ 2 പേർ ഇവിടെയും 4 പേർ തിരുവനന്തപുരത്തുമാണ്. അവർ കണ്ടെത്തിയ ചില കാര്യങ്ങൾ കുറച്ച് ഗുരുതര സ്വഭാവമുള്ളതാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്: ഈ രാഷ്ട്രീയ സംഘടനകളുമായും അതോടൊപ്പം വ്യക്തികളുമായും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ കിട്ടി എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും പണം നൽകിയതിൻ്റെ കണക്ക് ഈ CMRL സൂക്ഷിച്ചിരുന്നു, അത് പിടിച്ചെടുത്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ചോദിച്ചറിഞ്ഞു എന്നും വിവരം വരുന്നുണ്ട്. ചട്ടവിരുദ്ധമായി പല സാമ്പത്തിക ഇടപാടുകൾ നടന്നെന്നും സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലർക്കും പണം കറൻസിയായി നൽകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഗുരുതരമായ കാര്യങ്ങളാണ്. ഈ പണമൊക്കെ ആർക്ക് പോയി എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നിന്നും പിടിച്ചെടുത്ത ചില രേഖകളാണ്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ, സംഘടനകൾ ഏതൊക്കെ, വ്യക്തികൾ ഏതൊക്കെ ഇങ്ങനെ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. വരും ദിവസങ്ങളിൽ ഇവരെ എല്ലാം തന്നെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും ചെയ്യും. ശരി, ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 12-ലേക്ക് മാറ്റി.